ഇടമലയാർ ആനവേട്ട കസ്റ്റഡി മർദ്ദന കേസിൽ IFS ദമ്പതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കോടതി ഉത്തരവ്. IFS ഉദ്യോഗസ്ഥരായ ടി ഉമ, ഭർത്താവ് ആർ കമലഹാർ, വിജയാനന്ദ് ഉൾപ്പെടെ 8 പേരെയാണ് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് അനുമതി നൽകിയത്. മർദ്ദനത്തിനിരയായ അജീബ് ബ്രൈറ്റിന്റെ പരാതിയിലാണ് നടപടി. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഡാൻ, ഏറെ കോളിളക്കം സൃഷ്ടിച്ചൊരു കേസാണ്. ഇപ്പോൾ കോടതി ഈ കേസിൽ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ട്. എന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കുക? സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് അജീബ് ബ്രൈറ്റ് തന്നെ കോടതിയുടെ സഹായം തേടിയത്. അതായത് IFS ദമ്പതികളായ ടി ഉമയും ഭർത്താവ് ആർ കമലഹാറും വിജയാനന്ദ് ഉൾപ്പെടെയുള്ള 8 വനം വകുപ്പ് ജീവനക്കാർ ഈ കേസ് എഴുതിത്തള്ളണം, അതിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ആരോപിച്ചിരിക്കുന്നതെന്ന് കാണിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതി ഇവരുടെ ഹർജി തള്ളുകയാണ് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഈ അജീബ് ബ്രൈറ്റ്, ഈ കേസിലെ ഈ കസ്റ്റഡി മർദ്ദനത്തിനിരയായ അജീബ് ബ്രൈറ്റ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയും അത് കോടതി പരിഗണിക്കുകയും അത് പരിഗണിച്ചുകൊണ്ട് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത്. വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക് കടക്കും. നിയമപരമായി ആ നീക്കങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത. ക്രൈംബ്രാഞ്ചാണ് കേസിൻ്റെ അന്വേഷണത്തിന് നിലവിൽ മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 2015 ഇടമലയാറിലെ ആനവേട്ട കേസുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾക്ക് ഇടയാക്കിയ ക്രൂരമായ കസ്റ്റഡി മർദ്ദനം നടന്നത്. അതിന് പിന്നാലെയാണ് ഈ IFS ദമ്പതികളായ ഉമയെയും കമലഹാറിനെയും ഉൾപ്പെടെ പ്രതി ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യമുണ്ടായത്. അതിൽ പ്രത്യേക അന്വേഷണ സംഘം, ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ സംഘം അന്വേഷണം തുടരുന്നതിനിടെ CBI അജീബ് ബ്രൈറ്റിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യമൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസ് എഴുതിത്തള്ളണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് IFS ദമ്പതികൾ ഹൈക്കോടതിയെ സമീപിക്കുകയും കോടതി അത് നിരാകരിക്കുകയും ചെയ്തത്. ഈ നീക്കങ്ങൾക്കൊടുവിലാണ് അജീബ് ബ്രൈറ്റ് തന്നെ CJM കോടതിയിൽ സമർപ്പിച്ച ഹർജി പരിഗണിച്ചുകൊണ്ട് ഇവരെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നിർണായകമായ തീരുമാനം CJM കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൈകാതെ തുടർ നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്നാണ് സൂചന. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇടമലയാർ കസ്റ്റഡി മർദ്ദന കേസിലാണ് IFS ദമ്പതികളായ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കോടതി അനുമതി നൽകിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.